കോളിഫ്ലവറും പിന്നെ കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണിത്. ഈ കറിയിൽ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, പക്ഷേ മറ്റൊരു അരപ്പ് ചേർത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, കറി ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കണം. ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ, 2 വലിയ സവാള, 1 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, 1 ക്യാരറ്റ്, 5 ബീൻസ്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിപ്പോൾ 4 എടുത്തിട്ടുണ്ട്. പച്ചക്കറികളും സവാളയും അരിഞ്ഞു വയ്ക്കാം. ഞാനിപ്പോൾ 1.5 സവാളയാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ബാക്കി 1/2 സവാള ഞാൻ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളിയും അരയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, 1 ഏലയ്ക്ക, 1 ഗ്രാമ്പൂ, 10-12 കുരുമുളക്. ഇനി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി, 2 തണ്ട് കറിവേപ്പില. ഇതൊന്ന് വാടി കിട്ടണം. അങ്ങ് വെന്ത് ഒന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറി 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ആ ഒരു മല്ലിയുടെ പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളകിൻ്റെ ഒരു പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് തരിയില്ലാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് നമ്മളൊരു പ്രഷർ കുക്കറാണ് എടുക്കുന്നത്. പ്രഷർ കുക്കർ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് കഴിയുമ്പോൾ ബാക്കി ഓരോന്ന് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതങ്ങ് ഒരുപാട് കളറൊന്നും മാറി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് 1-1.5 ടേബിൾ സ്പൂൺ വരെയോ ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്കും പച്ചക്കറികൾക്കും ഒരു നല്ല കളർ കിട്ടാനായിട്ട് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ അത് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത്. ഇതിപ്പോൾ 2 കപ്പ് അളവുണ്ട് സാധാരണ കപ്പിന്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, അങ്ങനെ ബാക്കി നമുക്ക് താല്പര്യമുള്ള പച്ചക്കറികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസേ എടുത്തിട്ടുള്ളൂ. പിന്നെ എരിവ് അധികം വേണ്ടാന്നാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം ഒന്ന് കുറച്ചേക്കണം. ഞാനിപ്പോൾ 4 പച്ചമുളകാണ് ഇതിൽ ചേർക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഉപ്പും പിന്നെ ആ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വാടി കിട്ടുന്ന തരത്തിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ആ ഗരം മസാലയുടെ ടേസ്റ്റും നന്നായിട്ട് കഷ്ണങ്ങളിലൊക്കെ പിടിക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ കപ്പളവിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്കധികം ഗ്രേവി വേണ്ടാന്നാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണ്ട രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ. ഇതിൽ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ട് ഞാനൊരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഷർ ബാക്കിയുള്ളതൊന്ന് കളഞ്ഞ് അതിന് ശേഷമാണ് കുക്കർ തുറന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് പ്രഷർ പോകാൻ കാത്തിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഓവറായിട്ട് കുക്കായി പോകും. അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. ഇനി വീണ്ടും സ്റ്റൗ ഓണാക്കി അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പോരാന്ന് തോന്നിയാൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ഗ്രേവി കൂടിപ്പോയോ വെള്ളം കൂടിപ്പോയോ എന്ന് തോന്നും. പക്ഷേ 10 മിനിറ്റ് ഒന്ന് വറ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര അളവിലുള്ള നല്ല തിക്കായിട്ടുള്ള ഒത്തിരി തിക്കല്ല, ഒരല്പം ചാറോട് കൂടിയ കോളിഫ്ലവർ കറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ 2 കപ്പിന് പകരം 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ച്
കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില. ഞാൻ 1 സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. പകരം ഗീ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് അരമണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ കറി. നല്ല ഈ സ്പൈസി ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.